ഹലോ എവ്രി വൺ, നമസ്കാരം. വെൽക്കം ടു വിനീസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയുക, ഒരു ഇൻട്രോ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കുറേ ആയി ഇൻട്രോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, തിരുവോണം പൂജ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സന്ധ്യയ്ക്ക്. ഞാൻ എപ്പോഴും വൈകുന്നേരമാണ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഭഗവാന് തിരുവോണം പൂജയ്ക്കെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നേദ്യമാവുന്ന ശബ്ദമാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. പാൽപ്പായസം ആവാനുണ്ട്. അപ്പോൾ ഇനിയാണ് പൂജ കഴിക്കേണ്ടത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കാറുണ്ട്, വിഞ്ചേച്ചി എന്താണ് ഈ തിരുവോണം പൂജ, എന്താണ് എല്ലാ മാസവും തിരുവോണം പൂജ കഴിക്കുന്നത് എന്നെല്ലാം ചോദിക്കാറുണ്ട്. തിരുവോണം പൂജ കാലങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ മുത്തശ്ശി കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഇതാണ്, പൂജയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് മുത്തശ്ശി കഴിച്ചത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ബേസിക്കലി അമ്മ പറഞ്ഞു കേട്ടതാണ്. മുത്തശ്ശി അത് തന്നെയാണ് എൻ്റെ അടുത്ത് റീസൺ പറഞ്ഞത്. അപ്പോൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ, കാരണം മുത്തശ്ശിക്ക് കുറേ കാലമായിട്ട് എന്താണ്, ആ പണ്ട് കാലങ്ങളിൽ മുത്തശ്ശിക്ക് കല്യാണം കഴിയാൻ ഭയങ്കര വൈകലായിരുന്നു അത്രേ. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ പണിക്കർ നോക്കിയപ്പോഴാണ് അത്രേ പറഞ്ഞത്, എന്ന മാതിരി തിരുവോണം പൂജ ഭഗവാന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വേഗം ഈ കുട്ടിക്ക് കഴിയും എന്ന് പറഞ്ഞു അത്ര. അപ്പം പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ലേറ്റ് മാരേജ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ആ മുത്തശ്ശി എന്താണ് പറയുക, തിരുവോണം പൂജ കഴിക്കാൻ തുടങ്ങിയെന്നും, അപ്പോൾ ഭയങ്കര എന്താണ് പറയുക, കാഠിന്യമായിട്ടാണ് ഇത്രയും മുത്തശ്ശി ചെയ്യാറുള്ളത്. അത് പട്ടിണി കിടന്നിട്ടും വ്രതം ഇരുന്നിട്ടും ഒക്കെ ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ അവിടെ തന്നെ കിടന്നുറങ്ങിയിട്ടും ഭഗവാനെ സേവിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു അത്ര. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മുത്തശ്ശൻ്റെ വീട് തൊട്ട ബാക്കിലാണ്. ആർക്കും ഇതുവരെയ്ക്കും ഇങ്ങനെ ഒരു സംഭവമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുത്തശ്ശൻ്റെ വീട് ജസ്റ്റ് ബാക്ക് സൈഡാണ്, ഒരു മതിലേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അങ്ങനെയാണ് മുത്തശ്ശൻ കല്യാണം കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ മുത്തശ്ശി അങ്ങനെ കല്യാണം കഴിഞ്ഞ് പോയി. അപ്പോൾ മുത്തശ്ശൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അത്രേ, ഇങ്ങനെ തിരുവോണ പൂജ എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് ഇങ്ങനെ കല്യാണം കഴിഞ്ഞത് എന്നൊക്കെ. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു അത്രേ, നീ വെറുതെ പച്ചരി വെള്ളരി നേദ്യം വെച്ചിട്ടാണ് അത്ര ആദ്യം മുത്തശ്ശി ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ നീ പാൽപ്പായസം വെച്ച് പൂജ കഴിച്ചോ എന്ന് മുത്തശ്ശൻ പറഞ്ഞു അത്രേ. അങ്ങനെ മുത്തശ്ശി പാൽപ്പായസം വെച്ചിട്ട് ഭഗവാന് ഇത് കഴിക്കാൻ തുടങ്ങി. പിന്നെ അവർക്ക് പ്രശ്നം വന്നത് കുട്ടികളായിരുന്നു, വൈകാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും മുത്തശ്ശി ഇതേ തന്നെ എന്താണ് പറയുക, തിരുവോണം പൂജ തന്നെ കണ്ടിന്യൂ ചെയ്തു പാൽപ്പായസം വെച്ചിട്ട്. അങ്ങനെയാണ് എൻ്റെ ജയമാമ ഉണ്ടായത്. തിരുവോണം ദിവസം തന്നെയാണ് മുത്തശ്ശി പ്രസവിച്ചത്. വേദനിച്ച് കിടന്നുവെങ്കിലും ജയമാമ ജനിച്ചത് തിരുവോണാണ്. ആ മാമനാണ് ഇപ്പം മരിച്ചത്. അപ്പം ജയമാമ തിരുവോണം ദിവസമാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര വിശ്വാസമായിട്ടുള്ള ഒരു കാര്യമാണ് തിരുവോണം പൂജ എന്നുള്ളത്. ആൻഡ് മോറോവർ എന്താണ് പറയുക, നമ്മുടെ എത്തനൂര് പ്ലാക്കോട്ട വീട്ടിൽ, നമ്മുടെ വീട്ടിൽ തിരുവോണം പൂജ ദിവസം എല്ലാവരും വരും. അടുത്തുള്ള നമ്മുടെ പ്ലാക്കോട്ട വീട്ടിൽ തന്നെ എല്ലാവരും വരും. എന്നിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോഴൊക്കെ ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് രണ്ട് വരിയിലാണ് നമ്മൾ എല്ലാവരും നിന്നിട്ട് ഹരേ രാമ ചൊല്ലുക. അതേമാതിരി ഇപ്പൊന്നും ആൾക്കാർക്ക് വയ്യ, അതുകൊണ്ട് ഓരോരുത്തരും ഇപ്പോൾ അവരെ കൊണ്ട് വയ്ക്കണ പോലെ എല്ലാവരും ചെയ്യുന്നുണ്ട്. അമ്മ വൈകുന്നേരം ചെയ്യുന്നുണ്ട്, അമ്മയും പാൽപ്പായസം തന്നെയാണ് വെക്കണത്. അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്നുണ്ട്. അങ്ങനെ അമ്മ എനിക്ക് കല്യാണം കഴിഞ്ഞ് ദുബായിൽ വന്ന സമയത്ത് അമ്മ എനിക്ക് 21 കൊല്ലം മുമ്പ് എനിക്ക് തുടങ്ങി തന്നതാണ്. അത് ഞാനിപ്പോൾ കെനിയെ പോയിട്ടും ശരി, ഇസ്താൻബുളിൽ പോയിട്ടും ശരി, എന്നെ കൊണ്ട് ഭഗവാന് ചെയ്യാൻ പറ്റുന്ന കാര്യം പാൽപ്പായസം വെച്ച് പൂജ കഴിക്കുക എന്നുള്ളത് ഞാൻ എല്ലാവരുടെയും മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് മുടക്കം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഭഗവാന് പാൽപ്പായസം തിരുവോണം ദിവസം വെച്ചിരിക്കും. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് തിരുവോണം. അപ്പോൾ ചോദിച്ച ആൾക്കാർക്കൊക്കെ ഉത്തരം കിട്ടി എന്ന് ഞാൻ വിചാരിക്കണം. ഇനി നമുക്ക് നമ്മുടെ ഇൻട്രോയിൽ വരാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന വിഭവം എന്താണെന്നറിയോ? നമ്മുടെ സാധാരണ വെണ്ടയ്ക്ക പുളിയാണ്. ഓക്കെ, ആ വെണ്ടയ്ക്ക പുളിയിൽ എന്താ പറയുക, തേങ്ങ അരയ്ക്കാത്ത പാലക്കാടൻ രീതിയിലുള്ള വെണ്ടയ്ക്ക പുളിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ആ വെണ്ടയ്ക്ക പുളിയിൽ എനിക്ക് ഒരുപാട് മെമ്മറീസാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ വെണ്ടയ്ക്ക പുളിയൊക്കെ ഇപ്പോഴാണ് ഞാൻ ചെറിഷ് ചെയ്യാൻ തുടങ്ങിയത് ഒരുപാട്. ഓക്കെ, പണ്ടൊന്നും ഇങ്ങനെയൊന്നും എന്താ പറയുക, ഭയങ്കര ഫാനൊന്നും ആയിരുന്നില്ല.
അപ്പോൾ അമ്മയൊക്കെ എനിക്ക് എത്ര പേര് നിങ്ങളുടെ വീട്ടിലൊക്കെ പാലക്കാട് ഇങ്ങനെ സംസാരിക്കുന്ന എനിക്കറിയില്ല. എല്ലാത്തിൻ്റെയും കൂടെ സാ ഇട്ട് സംസാരിക്കും, ഇല്ലെങ്കിൽ റാ ഇട്ട് സംസാരിക്കും. അപ്പോൾ പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കണ്ട അവര് എന്നുണ്ടെങ്കിൽ ഈ വലിയ ആൾക്കാർക്ക് ഒരു സംസാരമുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്നിട്ട് ഇപ്പോൾ നമ്മളവിടെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അടുത്തമ്മേ ഉച്ചയ്ക്ക് വെച്ചിരിക്കണ എന്ന് ചോദിച്ചാൽ അമ്മ പറയും സാവേ സണ്ട സക്ക സാബു സാളി. ഓക്കെ, എത്ര പേര് പാലക്കാട് ഈ ഒരു ഭാഷയിലൊക്കെ സംസാരിക്കും. അമ്മയൊക്കെ ഫുള്ളായി സംസാരിക്കും, റാ വെച്ച് സംസാരിക്കും. അതായത് വെറുതെ ഇരിക്കെ, വെറുതെ പറയണ്ട കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നോർമൽ ആയിട്ടുള്ള നമ്മുടെ സംസാരം തന്നെ റാ വെച്ച് സംസാരിക്കും. വെറുതെ റവയണ്ട. അപ്പോൾ നമുക്കൊന്നും മനസ്സിലാവുകയില്ല. ഇതൊക്കെ എത്രയോ കഷ്ടപ്പെട്ടെടുത്ത് പഠിച്ചതാണ് കേട്ടോ. എന്താണ് പറയുക, നമുക്കൊന്നും മനസ്സിലാവുകയില്ല ഇവരെന്താ പറയണതെന്ന്. അതും എൻ്റെ അമ്മാവന്മാരും അമ്മയും കൂടി സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺബിലീവബിളി അവരൊരു വേറെ ലാംഗ്വേജിൽ സംസാരിച്ചാൽ നമുക്കൊന്നും ഒരു പിടുത്തം പോലും കിട്ടാൻ പറ്റില്ല ഇവരെന്താ സംസാരിച്ച് വെച്ചിരിക്കണെന്നുള്ളത്. അതുപോലെ പെട്ട ഒരു സംഭവമാണ് സാവേ സണ്ട സക്ക സാബു സാളി. ദാറ്റ് ഈസ് വെണ്ടയ്ക്കപ്പുളി. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെ മുമ്പിൽ സാ ഇടുക, അതുതന്നെയാണ്. ഓക്കെ, അതൊരു പാലക്കാടൻ രീതിയിൽ ഉണ്ടാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള രീതിയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് തോന്നുന്നു. സോ നമുക്ക് ഉണ്ടാക്കാം സിമ്പിളായിട്ടുള്ള ഒരു വെണ്ടയ്ക്കപ്പുളി. ഞാനിതിൽ ഊണ് കഴിച്ചൊന്നും കാണിക്കുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അതൊരു എന്താ പറയുക, ഒരു മീലായിട്ട്, ഒരു ലഞ്ച് മീലായിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. പക്ഷെ 2 വിഭവങ്ങൾ ഉണ്ടാക്കി. ഒന്ന് വന്നിട്ട് മുളകൂട്ടലും, ഒന്ന് വന്നിട്ട് വെണ്ടയ്ക്കപ്പുളിയും. അപ്പോൾ ഞാൻ രണ്ടിൻ്റെയും വീഡിയോ എടുത്ത് വെച്ചു സെപ്പറേറ്റ് ആയിട്ട്. അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. ഓക്കെ, അപ്പോൾ കാണൂ, ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. ഓക്കെ, അപ്പോൾ വരൂ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തിരുവോണം പൂജയൊന്ന് കണ്ടാലോ. തിരുവോണം പൂജ ദിവസം എല്ലാ മാസവും വരുന്ന തിരുവോണത്തിനാണ് നമ്മൾ ചെയ്യുന്നത്. തിരുവോണം പൂജ ദിവസം ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഭഗവാന് തുളസിയാണ് വെച്ച് കൊടുക്കുക. വൈകുന്നേരമാണ് പൂജ കഴിക്കുന്നത്. അമ്മയാണ് എനിക്ക് തുടങ്ങി തന്നത്. അമ്മയ്ക്ക് മുത്തശ്ശിയാണ് തുടങ്ങി കൊടുത്തത്. സോ അമ്മ എനിക്ക് തുടങ്ങി തന്നതിന് ശേഷം ഞാൻ ഭഗവാന് വൈകുന്നേരം നേരത്ത് പാൽപ്പായസം വെച്ചിട്ടാണ് പൂജ കഴിക്കാറുള്ളത്. ഹരേ രാമ ചൊല്ലിയിട്ട്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യജ്ഞ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കൃഷ്ണ ഗുരുവായൂരപ്പ. അങ്ങനെ നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഓക്കെ, വരൂ നമുക്ക് ഉണ്ടാക്കാം വെണ്ടയ്ക്കപ്പുളി. വെണ്ടയ്ക്ക ഇതുപോലെ ചെറുതുമല്ല വലുതുമല്ലാത്ത രീതിയിലാണ് ഞാൻ മുറിക്കുക. അതിന് സവോള എടുത്തിട്ടുണ്ട് 2 എണ്ണം, വെളുത്തുള്ളി ഒരു 5-6 എണ്ണം, പച്ചമുളക്. വെളിച്ചെണ്ണ ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ചട്ടിയിൽ ഉണ്ടാക്കിയാൽ വളരെ സൂപ്പറായിരിക്കും. ഇതിലേക്ക് കടുക്, അതേമാതിരി തന്നെ കുറച്ച് ഉലുവ, ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇട്ടിട്ട് നന്നായി പൊട്ടട്ടേട്ടുള്ളൂ. പൊട്ടി നല്ലോണം കടുകും ഉലുവയും മൂക്കണം, പൊട്ടണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഇടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പച്ചമുളകാണ് ആദ്യം ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വെളുത്തുള്ളി, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളി. ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ചെറിയ ഉള്ളിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിയും സൂപ്പറായിരിക്കും. പക്ഷേ അത്രയ്ക്ക് ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ഉള്ളിയിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇതാ നല്ല പോലെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ കംപ്ലീറ്റ് കൂട്ടാനിലേക്ക് വേണ്ട ഉപ്പും ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കും. ബിക്കോസ് ഇതൊരു പുളിക്കൂട്ടാനായതുകൊണ്ട് തന്നെ നല്ലോണം ഉപ്പിൻ്റെ ബാലൻസ് നമ്മൾ കറക്റ്റായിരിക്കണം. എല്ലാത്തിലും ഉപ്പ് പിടിക്കുകയും വേണം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്കയും കൂടി കിടന്നിട്ട് ഇതിലേക്ക് നന്നായി വഴറ്റണം. അതിൽ ആ ഒരു വഴുവഴുപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ചെയ്യുന്നത്. സെപ്പറേറ്റ് ആയിട്ടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ കൂടെ തന്നെ കിടന്നിട്ട് ആവണ സമയത്ത് ആ ഉപ്പും പിടിക്കും കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഇത് വഴറ്റി കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്താണ് ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ നിങ്ങളുടെ പാകത്തിന് ഇട്ടോളൂ.
ഇട്ടോളൂ. ഇപ്പോൾ തോന്നും കുറേ ഇട്ട പോലെ തോന്നും, പക്ഷേ പുളി വരും. അതേമാതിരി തന്നെ മസാലകളൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ബാലൻസ് കറക്റ്റായിട്ട് ആയിക്കോളും ഇട്ടോളൂ. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതേമാതിരി 3 സ്പൂണ് മല്ലിപ്പൊടി. ഇത് എല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമണം ഒന്ന് പോകണം. അതിന് വേണ്ടിയിട്ട് നന്നായി വഴറ്റിയെടുക്കണം. എനിക്ക് പെട്ടെന്ന് വെളിച്ചെണ്ണയുടെ കുറവ് തോന്നി, അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്താ കാര്യം വെച്ചാൽ പെട്ടെന്നൊന്ന് ഡ്രൈ ആയ പോലെ തോന്നി, അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങോട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നന്നായിട്ട് ഒന്ന് നന്നായി വഴറ്റിയിട്ട് ഇതിലേക്ക് നമ്മളൊരു 2 മീഡിയം സൈസ് തക്കാളിയാണ് ഇടുന്നത്. ഇതൊരു പുളിക്കൂട്ടാനായതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് പറയുക, നല്ല രീതിയിൽ തക്കാളിയുടെ പുളിയല്ല ഇതിൽ വേണ്ടത് നമ്മുടെ സാധാരണ വാളംപുളിയുടെ പുളിയാണ്. അതുകൊണ്ട് തന്നെ തക്കാളി മീഡിയം സൈസ് 2 മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതും കൂടി എടുത്തിട്ട് നന്നായിട്ട് അതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ചിട്ട് വളരെ സ്ലോ ഫ്ലെയിമിൽ, വളരെ സ്ലോ ഫ്ലെയിമിൽ, അങ്ങനെ നിങ്ങൾ വളരെ സ്ലോ ഫ്ലെയിമിൽ ഇത് വെച്ചൊന്ന് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്തിട്ട് ഇങ്ങനെ വെന്ത് കിടന്ന് ഉടയാനൊന്നും പാടില്ല. അപ്പോഴേക്കും നമ്മൾ പുളി ഒഴിച്ച് കൊടുക്കും. തക്കാളിയും കഴിക്കാൻ കിട്ടണം, വെണ്ടയ്ക്കയും നമുക്ക് കഴിക്കാൻ കിട്ടണം. ആ ഒരു പുളിയുടെ എഫക്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് കറക്റ്റായിരിക്കും. അപ്പോൾ ഞാനൊരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായി തിളക്കിയിട്ടുണ്ടായിരുന്നു. എണ്ണയൊക്കെ മുകളിൽ നന്നായിട്ട് തെളിഞ്ഞു വന്നു. അപ്പോൾ ഞാൻ വലിയൊരു സൈസ് പുളി, ലൈക്ക് ഏകദേശം ഒരു വലിയ ലെമൺ സൈസ് പുളി, നിങ്ങൾക്ക് പുളി ഇത്രയൊന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. ഒരു വലിയ സൈസ് പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിനെയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും പെട്ടെന്ന് തന്നെ ഇതിനെ തിളപ്പിച്ചിട്ട് എടുത്തിട്ട് സെർവ് ചെയ്യും. അതിന് പകരം ഒരു 20-25 മിനിറ്റ്സ് ഇതുപോലെ സ്ലോ ഫ്ലെയിമിൽ കിടന്ന് ആ പുളിയൊക്കെ ഒന്ന് റെഡിയായി കുറുകി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വെണ്ടയ്ക്ക പുളി സൂപ്പറായിട്ട് റെഡിയാവും. അപ്പോൾ പുളി ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം വളരെ സ്ലോ ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റ്സ് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു പ്രോസസ്സും ഇല്ല ഇതിൽ. ഇതുപോലെയുള്ള അസൽ പാലക്കാടൻ രീതിയിലുള്ള വെണ്ടയ്ക്ക പുളി റെഡിയായിരിക്കും. നിങ്ങളിത് ട്രൈ ചെയ്തു നോക്കൂ. ഇതുപോലെ തന്നെ കയ്പ്പയ്ക്ക പുളി ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം.